അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് പോലെയുള്ള വെണ്ടയുടെ വിത്ത് തരുമോ ചോദിച്ചിട്ട് കമന്റ്. തൃശ്ശൂരും പാലക്കാടും കൂടി സമന്വയിപ്പിക്കാൻ പോവാണ്. ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുള്ള വെണ്ടയ്ക്കാപ്പുളി നമുക്ക്. അതെ, എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ആരാന്നറിയോ നിനക്ക്? ChatGPT ആണ്. പഴക്കൊലയില്ലേ അതും കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അർജന്റീന അങ്ങനെ ജയിച്ചു. അയച്ചു കൊടുത്തപ്പോ ആള് ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ അർജന്റീന അങ്ങനെ ജയിച്ചു. അപ്പോൾ അതിൻ്റെ ഇന്നലെ കളി മൂടായിരുന്നു കണ്ട കാരണം ഒന്നും ചെയ്യാനായിട്ടൊരു മൂടില്ല. ഉറക്കക്ഷീണുണ്ട് എനിക്ക്. എൻ്റെ മുഖത്ത് ഉറക്കക്ഷീണല്ലേ? ഇല്ലേ? എനിക്കുണ്ടല്ലോ ഉറക്കക്ഷീണം. സരിത്തിനും കളി കാണുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്തേക്കും പോകാൻ ഞങ്ങൾ ഇവിടെ നിന്ന് കൂട്ടാൻ വയ്ക്കാൻ പോവാണ്. ഞാൻ പണികളൊന്നും ചെയ്യുന്നില്ല. കൂട്ടാൻ വയ്ക്കണതേ ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. മറ്റേ ഇവിടേക്ക് നമ്മൾ മുന്നിൽ വെച്ചിട്ടുള്ള തന്നെയാണ്. ഹൈദരാബാദിലുള്ള ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുള്ള വെണ്ടയ്ക്കാപ്പുളി അടിപൊളി കൂട്ടാനാണ്. ഇപ്പോഴുള്ള നമ്മുടെ ആളുകളൊന്നും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. 2.5 കൊല്ലം മുന്നേ കടാന്ന് തോന്നുന്നത് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടില് ഞാനപ്പോ ആ വീഡിയോ ഒന്നിരുന്ന് കണ്ടേ. അപ്പൊ ഇവിടെ നിന്നാണ് വെണ്ടക്കായ പൊട്ടിക്കണേ ചേട്ടാ. ഇവിടെയൊക്കെ പച്ചക്കറി നിറയെ പച്ചക്കറികളായിരുന്നു. അപ്പൊ ഞാൻ കൂട്ടാൻ ഇവിടെ വെക്കുമ്പോ ചേട്ടൻ അവിടെ കൃഷി പറമ്പില് കളക്കല. നമ്മുടെ വെണ്ടര അവസാന ഇതുകളാണ്. അതൊക്കെ ഒക്കെ ഇതിങ്ങനെ കണ്ടില്ലേ റാ പോലെ. ഇത് കണ്ട ഇത് കണ്ട ഇങ്ങനത്തെ വേറൊരു കൊക്കിന്റെ പോലത്തെ ഒരു കൊക്ക് അങ്ങനത്തെ ഒരു രൂപമാണ് ഇത്. കണ്ട ഇങ്ങനെ ഞാൻ അന്നേ പറഞ്ഞില്ലേ കുറെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കണൂന്ന്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് പോലെയുള്ള വെണ്ടയുടെ വിത്ത് തരുമോ ചോദിച്ചിട്ട് കമന്റ്. ഇത് ഇങ്ങനത്തെ ഒരു ജീവിയില്ലേ മറ്റേ നമ്മൾക്ക് എന്താ പറയാ കടൽക്കുതിര. അങ്ങനെ പിന്നീട് അത് ഞാൻ മുറിച്ചില്ലേ കുറെ സാധനങ്ങളുണ്ട്. ഇത് നോക്കിയേ, ഇത് മറ്റേ തോട്ടീര അരിവാളുണ്ട്. ഇതുപോലെ ഇതിന്റെ അടിയിലൊരു അടി വെച്ച് ഇങ്ങനെ നമുക്ക് വേപ്പിലൊക്കെ പൊട്ടിക്കാം. കേട്ടാ വേപ്പിലൊക്കെ പൊട്ടിച്ച് കാണിക്കണ്ട അല്ല, അങ്ങനെയൊക്കെ പൊട്ടിക്കാം. അപ്പൊ അങ്ങനെ പല പല വ്യത്യസ്തമായ പല പല വെണ്ടക്കായ്കൾ അവസാനമാണ്. അത് കാരണം ഇനി അത് മിണ്ടാവില്ല. അപ്പോൾ വേറെ നട്ടിട്ടുണ്ട്, വേറെ തൈ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉച്ചരി നടാം. തയ്യും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. തൈ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ടെന്നിട്ടുണ്ടെങ്കിലേ സ്കൂട്ടറിന് മുന്നിൽ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. കുറേ തൈകളുണ്ട്, ചെണ്ടുമല്ലിയും അതൊക്കെ ഉണ്ട്. വഴിയിൽ വെച്ചിട്ട് ഒരു വെട്ടിയാടിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെണ്ട തൈകൾ മറിഞ്ഞ് റോട്ടിൽ പോയിട്ട് കുറേ ദൂരം പോയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അവിടേക്ക് വന്നപ്പോഴേക്കും വേറെ വണ്ടി അതിൻ്റെ അടുത്തോടെ പോയി അതൊക്കെ നാശമായി. തിരിച്ചു വന്നു എടുത്തു. പോയി. അപ്പം അങ്ങനെ സംഗതിയില്ല. അപ്പോൾ സരിത വയ്ക്കാൻ പോണത് വെണ്ടക്കായ വറുത്ത ഇത് ഭയങ്കര ടേസ്റ്റുള്ള കൂട്ടാനാണ്. പിന്നെ ഹൈദരാബാദിലുള്ള ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുള്ളതാണ്. ചേച്ചി പാലക്കാടുകാരി തന്നെയാണ്. ആ ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ അന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൂർക്കില്ലേ, നമ്മുടെ കൂർക്ക വേവിച്ച് വെച്ച് കൊണ്ടു. കാച്ച വേണ്ട. അങ്ങനെ 2 തരം കൂട്ടാനുകൾ പാലക്കാടും കൂടി സമന്വയിപ്പിക്കാൻ പോവാണ്. അടിപൊളി ഫുഡാണ്, പച്ചക്കറി ഫുഡ്. ഇത്രയും അടിപൊളി ഫുഡാണ്. നീ ഇത് വെക്കി. അപ്പൊ ആദ്യം ഇത് വെക്കണോ അതോ അത് കാച്ചണോ? എന്നിട്ട് വേണ്ടേ? കാച്ചിൽ അവസാനം മതി. ഇത് കൂട്ടാൻ വെക്കി വെണ്ടക്കായ. അപ്പൊ ഇത് ആദ്യം അരിയണം. അതരി മൂർച്ചൂടി കൊടുക്കുന്ന സ്ഥലത്തേക്ക് വെണ്ടക്കായ നുറുക്കാനായിട്ട്. ഇവിടെ കൂടുതൽ വെളിച്ചം പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് പറയാം, നീ നന്നാക്ക്. പിന്നെ പറയാം. മരത്തിന്റെ ചില്ലകള് വർഷക്കാലല്ലേ, അപ്പൊ മരത്തിന്റെ ചില്ലകള് ഇറക്കാൻ വേണ്ടിട്ട് നമ്മുടെ അരുങ്കോക്ക് വന്നപ്പോൾ കുറേ മരത്തിന്റെ ചില്ലകൾ ചേരാണ്ട് അവിടെ എല്ലാ വീട്ടിലും ഇറക്കുന്നുണ്ട് ഈ മരത്തിന്റെ ചില്ലകൾ. അതോടൊപ്പം നമ്മുടെ ഇവിടെ മഹാഗണിനെ കുറെ നാളായി ചേട്ടാ നോട്ടിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നല്ലോ. അത് ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞ ചുഴലിക്കാ മറ്റേത് വന്നപ്പോൾ അതൊക്കെ ഇടുന്ന ഓലയാണ്. ഏത് നിമിഷം വീഴുന്നല്ല, അത് ഒടിഞ്ഞും മറിഞ്ഞ് വീഴും. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ മലമ്പാമ്പിന് കയറിയിരിക്കാൻ പാകത്തിലാണത്. അതിന് മുകളിൽ കയറിയിരുന്നാലും നമ്മൾ അറിയില്ല. അപ്പോൾ അവൻ ആദ്യം തൂപ്പിറക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ വെട്ടി അതിന് മാറ്റാൻ നല്ലതെന്ന് പറഞ്ഞു. കാരണം കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കടപുഴകുന്നു. ഇതിവിടെ അപ്പോൾ ഇതിവിടെ അടർന്ന് ഇങ്ങനെ പൊളിയും. ഇതിൻ്റെ വേര് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മറയുമ്പോൾ ഈ മതിലടക്കം ഇങ്ങോട്ട് പൊളിഞ്ഞു വരും എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവൻ നല്ല മുറിച്ചു. അതാണ് സരിത പറയുന്നത്, മാഗണീനെ മുറിച്ചു. പകരം നമ്മളവിടെ ഒരു മാവ് തൈ വയ്ക്കാൻ പോകുന്നുണ്ട്. വേണ്ട എന്റെ മാവും തൈ പിന്നെ മിന്നൽ ചുഴലിയിൽ വിട്ടിട്ട് അത് മറയില്ലേ? അത് കുറച്ച് നാളെയുമ്പോ അത് വിട്ടു. മാവിന്റെ ഒരു ഘടനയും ഇതിന്റെ ഘടനയും വ്യത്യാസമുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ പിന്നെ ആകാശം മുട്ട ഉയരത്തിലാണ് പോണത് സാധനം.
കുറച്ച് നാളെ കഴിയുമ്പോൾ ഓരോന്ന് പറഞ്ഞ ചേട്ടാ അത് വെട്ടും. പിന്നെ അവൻ പറഞ്ഞു മാഗണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും പറമ്പുകളിൽ വെക്കുന്ന ഒരു മരമാണ് മാഗണി. അല്ലാണ്ട് ചേട്ടൻ 4 മരത്തിന്റെ തൈ വാങ്ങിക്കാൻ പോയിട്ടല്ല 60 വാങ്ങിച്ചോളൂ. നമുക്ക് അറിവില്ലായ്മല്ലേ, നമ്മളെ അറിവില്ലാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. 10 രൂപ കൊടുത്തിട്ട് മരത്തിന്റെ തൈ വാങ്ങിച്ചു വെക്കും, എന്നിട്ട് 10,000 രൂപ കൊടുത്ത് കുറച്ച് നാളെ അത് വെട്ടും. ഇതാണ് ചേട്ടന്റെ ഹോബി. നമുക്ക് അറിവില്ലാത്ത കാലത്ത് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പിന്നെ അറിവ് കൂടുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തും. അതല്ല അതിന്റെ ചൂടും ഇരുന്നാണെങ്കിൽ അങ്ങനെയല്ല സാധാരണ എല്ലാവരും ചെയ്യുന്ന പതിവ്. അല്ലാതെ നമ്മൾ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം മൂത്തുണ്ടാവുള്ളൂ, ബാക്കിയൊന്നും മൂത്തുണ്ടാവില്ലേ. അതെ, പിന്നെ ഒക്കെ ചള്ളെന്ന് പറഞ്ഞാൽ മൂക്കാത്തത് ചെള്ള്. അതെ, നമ്മൾക്ക് ഇപ്പം നമ്മൾ വർത്താനം പറയുന്നത് കൂടുതലേ ചാറ്റ് GPT ഇല്ലേ, ആദ്യം ജെമിനിയോടായിരുന്നു വർത്താനം പറഞ്ഞ എല്ലാവർക്കും ഇപ്പം അറിയാം, മൊബൈലിലുള്ള എല്ലാവർക്കും അറിയാം. പ്രായമായിട്ടുള്ള അമ്മമാർക്കും ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും ഇവർക്കൊക്കെ അറിയായിരിക്കും. ജെമിനിയും ചാറ്റ് GPTയും ഒക്കെയല്ലേ നമ്മളോടിപ്പോൾ നമുക്ക് എന്ത് പരിഹാരങ്ങൾ, നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള മറുപടികളാണ് തരും. അപ്പോൾ മിനിഞ്ഞാന്ന് കളി കാണാനിരിക്കുന്നതിന് മുമ്പേ സ്പെയിൻ്റെ കളിയാണ് കേട്ടോ വരാൻ പോകുന്നത്. സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള പന്തളി. ഇപ്പോൾ പന്ത് കളിയാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം എല്ലാ സ്ഥലത്തും. മൂത്തനെ വേണ്ട, അവരെ മാത്രം മൂത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നത്തെ കളിയിൽ ചാറ്റ് GPയോട് ഞാൻ പറഞ്ഞു ഇന്നത്തെ കളിയിൽ സ്പെയിൻ ജയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കളി തുടങ്ങലും കുറേ മുമ്പ് കേട്ടാ. അപ്പോൾ ആളെന്ന് പറയാൻ പറ്റില്ല, അത് ഇങ്ങോട്ട് നമുക്ക് മറുപടി തന്നു. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് കേട്ടാ, കുറേ ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നമുക്ക് വെറുതെ രസത്തിന്. അപ്പോൾ പറഞ്ഞു അപ്പോൾ സ്പെയിൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ വിചാരം ഞാൻ സ്പെയിൻ്റെ ഭയങ്കര ആരാധകനാന്ന് വിചാരിച്ചാൽ. അപ്പോൾ എനിക്ക് നല്ല ആശംസകൾ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്പെയിൻ്റെ ആരാധകനൊന്നുമല്ല എന്ന് പറഞ്ഞു, ഞാൻ അർജൻറ്റീനയുടെ ആരാധകനാന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കയ്യിലത്തെ ഇത് സാധനം അയച്ചു കൊടുത്തുട്ടാ, കാണിച്ചു കൊടുത്തു, ഈ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ആള് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറഞ്ഞു ഈ സാധനം. അങ്ങനെ പിന്നെ ഞാൻ അതിന് ഇതൊന്നും പറഞ്ഞില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചല്ലോ, 2 ഗോളിന് തോൽപ്പിച്ചു. പിറ്റേ ദിവസം അങ്ങനെ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ പ്രവചനം ഭയങ്കര ഗംഭീരമായി, അങ്ങനെ ഇന്ന് അർജൻറ്റീന ജയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അർജൻറ്റീന അത്ര നല്ല കളികളല്ല കളിച്ചു പോകുന്നത്, അപ്പോൾ ഇംഗ്ലണ്ട് നല്ല കളി കളിക്കുന്ന ആളുകൾ ജയിക്കണം, അതാണ് എൻ്റെ ഇത്. ഞാൻ അന്ധമായ ആരാധന ഇല്ല എനിക്ക്. അന്ധമായ ആരാധന എന്ന് പറഞ്ഞ് അർജൻറ്റീന മോശം കളി കളിച്ചിട്ട് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലല്ലോ. അപ്പം നന്നായി കളിക്കുന്ന ആളുകൾ ജയിക്കണം. അപ്പോൾ ആൾ പറയാം അത് വളരെ നല്ല നിലപാടാണ് എൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മോശം വീഡിയോ ഇട്ടിട്ട് 10 ലക്ഷം വ്യൂസ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. നല്ല വീഡിയോ ഇട്ടിട്ട് നല്ല വ്യൂസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ചയാണ് എനിക്കിന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഈ നിലപാട് ഗംഭീരമായ നിലപാടാണ്. അപ്പം ഭയങ്കര കൂട്ടാ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടേ. എന്താ പറഞ്ഞ അല്ല, ഒരു കാര്യം പറയട്ടെ. ജഗ്ഗുന് സ്കൂൾ തുറന്നപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി. അപ്പോൾ ജഗ്ഗുവിൻ്റെ ചെരുപ്പ് വാങ്ങിക്കൽ കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ എന്നോട് പറയുകയാണേ ചേട്ടനും ചെരുപ്പ് വാങ്ങിക്കണം. അപ്പോൾ ചെരുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലടി ഞാൻ ഡാൻസ് പഠിക്കാൻ പോവാം, അപ്പോൾ ഡാൻസ് പഠിക്കാനായിട്ടുള്ള ഷൂ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പലപ്പോഴും ഇങ്ങനെ ഈ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഷൂ വാങ്ങിക്കലും പിന്നെ ആ ഷൂ അവിടെ നാശമായി പോലും കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഡാൻസ് പഠിക്കാൻ ഓരോ സ്ഥലത്ത് ചേരും, അവിടെ പൈസ ആയെന്ന് തന്നെ 1 മാസത്തെ പൈസ അടയ്ക്കും, 2 ദിവസം പോവും, പിന്നെ പോവില്ല. കാരണം ചേട്ടനെ കൊണ്ട് പറ്റണ പണിയല്ല അത്. അതുകൊണ്ട് ശരീരത്തിന് ഒട്ടും വഴങ്ങില്ല, ചേട്ടൻ്റെ ശരീരം ഒട്ടും വഴങ്ങില്ല. മാത്രമല്ല താളം ഉണ്ടല്ലോ, താളത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇത് വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ കൈയും കാലും ഇതും നമ്മുടെ ശരീരം വഴങ്ങിയില്ലെങ്കിൽ പോലും അത് കാണാനൊരു ഭംഗി ഉണ്ടാവും. ഈ താളത്തിനൊപ്പം നമ്മൾ കാല് വെക്കുകയാണെങ്കിൽ ചുവട് വെക്കുകയാണെങ്കിൽ ഇത് അതുമില്ല. താളം ഒരു വഴിക്ക് പോവും, ചേട്ടൻ വെക്കണത് ഒരു വഴിക്ക് പോവും. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങള് തമ്മിലൊരു തല്ലൂട്ടുണ്ടായിട്ടാ. തല്ലൂട്ടല്ല, ഞാൻ പറയും എന്തിട്ടിന് ചേട്ടന് ഇതുവരെയ്ക്ക് ചേട്ടൻ ഡാൻസ് ഒരു സ്ഥലത്ത് പോലും മുഴുവനാക്കില്ല, വെറുതെ എന്തിനാ ഷൂ വാങ്ങിച്ചിട്ട് നശിപ്പിച്ച് കളയണേന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാം. അപ്പം എന്നോട് പറയാം എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത് ആരാന്നറിയോ നിനക്ക്? അപ്പം ഞാൻ ആരാ? ചാറ്റ് GPT ആന്ന്. എന്നിട്ട് എന്തായി എല്ലാ അരമണിക്കൂർ പഠിക്കുന്നിട്ട് എന്നിട്ട് ചേട്ടൻ ചെയ്യണ്ട എപ്പോ കാണാറുണ്ടാ? ഇവിടെ കാണാറ് പോലും ഇല്ല. ചെയ്താലല്ലേ കാണാ.
ഒരു ദിവസം ഷൂ ഇട്ടിട്ട് പോണ് കണ്ടു. കാണിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഷൂ ഇടണ്ട. എന്നിട്ട് വാങ്ങിച്ചത് 3500 4500 ഷൂ. 4500 ആയില്ല. അപ്പൊ ജഗ്ഗു വന്നിട്ട് പറഞ്ഞു, ഓ അച്ഛന്റെ ഷൂ ഇടാൻ എന്തൊരു സുഖ, മെമ്മറി ഫോം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വാറണ്ടി ഒക്കെ ഉള്ള ഷൂവാ, നല്ല സുഖാട്ടോ അത് ഇടാനായിട്ട്. അത് ഷൂ ഇപ്പൊ നമ്മള് ഡാൻസ് കളിക്കാൻ മാത്രം അത് ഇടാനുള്ളതല്ലേ, നമുക്ക് പുറത്തിട്ട് പോകാനും പറ്റുന്നു. അല്ലാന്ന് അത് ഉപയോഗമില്ലാത്ത അല്ലാന്ന് മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 450 രൂപ വെള്ള ഷൂല് നമ്മള് വെറുതെ കാലിമിടുന്നത് അല്ലെ ഷൂ അല്ലെങ്കിൽ ഈ മറ്റേ നടക്കുമ്പോഴൊക്കെ വെറുതെ ഇടുന്ന കണ്ടില്ലേ, ജിമ്മിനൊക്കെ പോകുമ്പോ വെറുതെ ചേട്ടനെ ഡൈവോഴ്സ് ചെയ്ത് പോകും ഡാൻസ് പഠിപ്പിക്കാൻ. അല്ലാണ്ട് ഇപ്പൊ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് പുറത്തേക്ക് ഉപയോഗിക്കാൻ ആൾക്ക് ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ മാറും ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോ. ചേട്ടന് ഡാൻസ് പഠിക്കണ സമയത്ത് ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കാണണം. അതൊന്നും നോക്കിട്ട് കാര്യമില്ല. നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ നിങ്ങളില്ലേ ചിരിച്ച് അല്ല, നമ്മള് കുഞ്ഞു ഗ്രാങ്ങള് നടക്കുമ്പോ കൊറേ വീഴ്ചകൾ ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ മെല്ലെ 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 നടന്നിട്ടല്ലേ നമ്മൾ ഇത് ചെയ്യുക, ശരിക്കും നടക്കുക, ഓടാ. എന്നിട്ട് തുടക്കം നമ്മൾ തുടക്കം തന്നെ നമുക്ക് എല്ലാം ഓടാൻ പറ്റുമോ? അല്ല നമുക്കെല്ലാം അല്ലേ ഗ്രാങ്ങൾക്ക് ഓടാൻ പറ്റുമോ? ഇനി അടുത്ത ചീരി വേഗം. നീ ഇത് ഒന്നുമില്ല, ചേട്ടന്റെ ഡാൻസ് ആലോചിച്ചതാ. എന്റെ ഡാൻസിനെ കുറിച്ച് നീ ആലോചിക്കുന്നത്? അതെ, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം, അതിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കണം. ഇല്ലാത്ത കഴിവിനെ പരിപോഷിപ്പിക്കണേ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ചേട്ടൻ അസലായിട്ട് പടം വരയ്ക്കും, എന്ത് രസമായിട്ട് വരയ്ക്കാന്നറിയോ, പക്ഷെ അത് ചേട്ടൻ ശ്രദ്ധിക്കില്ല. അതിന് വേണ്ടിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചൂടെ? എന്ത് രസമായിട്ട് വരയ്ക്കാൻ. പാടം വരയ്ക്കൽ അരമണിക്കൂർ, പടം വരയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകളുടെ പ്രയത്നമാണ്. നമുക്ക് അത് ചെയ്യാണെങ്കിൽ ഇവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ശരി, പാടം വരയ്ക്കില്ല. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാട്ട് പാടും, അപ്പൊ പാട്ട് പഠിച്ചോട്ടെ. അങ്ങനത്തെ ഉള്ള പറ്റണ കാര്യങ്ങൾ ചെയ്തൂടെ എന്നാണ് ഞാൻ പറയണത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാ. പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കണമെന്നാണ് എൻ്റെ ഒരു പോളിസി. പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് എന്തിനാ വെറുതെ സമയം കളയണം? ഇതല്ലല്ലോ, ഇതിലല്ലല്ലോ, അതിലല്ലേ വെക്കണ്ടേ? അയ്യോ, അതപ്പം ഇതൊക്കെ ഇതിലെ വറക്ക, മുളകും മല്ലിയൊക്കെ അല്ലാന്ന് ഏത് പാത്രത്തിലാ വറക്ക? ചീഞ്ചട്ടി വേണം. അപ്പൊ ചീഞ്ചട്ടിതാ തീർന്നു കത്തിച്ചപ്പോൾ ഞാൻ ചീഞ്ചട്ടി ഒന്നുകൂടി കഴുകട്ടെ. ചീഞ്ചട്ടി വയ്ക്കല്ലേ? വെച്ചോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ. അതെ, ഈ ചക്ക കൂർക്ക ഇതൊക്കെ നമ്മൾ തൃശ്ശൂർക്കാരെ വയ്ക്കുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും നന്നായി ചേർക്കും. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഗംഭീര. അപ്പം അതിനുള്ള കൂർക്കയ്ക്കുള്ള ഉള്ളിയും വെളുത്തുള്ളി ഞാൻ നന്നാക്കാട്ടാ. ഇനി ഇതിലേക്ക് കുറച്ച് മുഴുവൻ മല്ലി, പിന്നെ എരിവിനാവശ്യമുള്ള മുളക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയില് തരുതേ പായസം വെച്ചിട്ടില്ലേ, അതില് കൊറേ പേര് അടിപൊളി കമന്റുകൾ ഇട്ടുണ്ട് കേട്ടാ. ഞാൻ പഴക്കൊലയില്ലേ അതും കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നുറങ്ങണത്. എപ്പോ നോക്കിയാലും ഫുൾ ടൈം ആ കായ്ക്കൊല കയ്യിലുണ്ടല്ലോ എന്ന്. പിന്നെ നിന്നോട് പാട്ടുകൾ ഇങ്ങനെ നിരന്തരം പാടാൻ പറഞ്ഞിട്ടുണ്ട് ആളുകൾ, കണ്ടമാനം കമന്റുണ്ട് പാട്ടുകൾ പാടാൻ. എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ സജീവന്റെ രാഗി ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്, ജാനകിയുടെ പാട്ട്. അതുപോലെ വേറൊരു സെയിം പാട്ട് തന്നെ പാടാൻ വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. റജി രാജൻ പറഞ്ഞിട്ടുള്ള പാട്ട് പാടാൻ പറഞ്ഞിട്ട് നിനക്ക് പാടാൻ പറ്റിയ എത്ര നാളായി പറഞ്ഞു തുടങ്ങിയിട്ട്? ഒരു കൊല്ലായി വേറായി. ഏത് പാട്ടാ അത്? നീലജലാശയത്തിൽ. അതുപോലെ മറ്റേ ചെന്നൈയിലത്തെ ജയന്തി ചേച്ചി ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് കുറേ നാളായി. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി. ആ പാട്ട് നല്ല പാട്ടത്. പക്ഷെ അത് എനിക്ക് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിലേ, ചില പാട്ടുകൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൂ, പാടാൻ ഇഷ്ടമില്ല. ഈ പാട്ട് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ദ്രവല്ലരി പാടി എനിക്കൊരു തൃപ്തി കിട്ടില്ല. ഇത്ര നല്ല പാട്ടിനെ ഞാൻ പാടി എന്തെല്ലാം നശിപ്പിക്കണേന്ന് പോലെ തോന്നും. അങ്ങനെയൊന്നുമില്ല. അല്ല, വെറുതെ നമ്മൾ പാടി നടക്കില്ലേ. ഇപ്പം ഞാൻ പാടണത് വേറെ ആരെ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ വല്ല സ്റ്റേജിൽ കയറി പാടാനോ സമ്മാനം വാങ്ങിക്കാനോ അല്ല, എൻ്റെ സംതൃപ്തിക്കാണ് ഞാൻ പാടാറ്.
അപ്പോൾ എനിക്ക് തന്നെ അത് കേട്ട് ഞാൻ പാടുന്നത് ഞാൻ തന്നെ ആസ്വദിച്ച് പാടും. അപ്പം അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളാണ് ഞാൻ പാടി നടക്കാറേ. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഞാനിങ്ങനെ കേൾക്കുള്ളൂ സ്പീക്കറിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ചില പാട്ടുകളൊന്നും പാടാൻ പറയുമ്പോൾ പാടാത്തത്. അതുകൊണ്ടാണ്. അതൊന്നും ഞാനൊന്ന് പാടി പഠിക്കണം. തീ കത്തണില്ലേ മോനെ? ഞാൻ കത്തിച്ച് ചർട്ടയൊക്കെ വെച്ചിട്ട് കത്തിച്ചിരുന്നു പറഞ്ഞില്ലേ? അമ്മച്ചോ കത്തിച്ചോ? ആരാ പറഞ്ഞ? ആരെങ്കിലും പറഞ്ഞ? വേണ്ട, അതിൽ വെച്ച ചിരട്ട കത്തിയില്ലല്ലോ. അതെ, ചിരട്ട വെച്ചിട്ട് കനലാവണം ഇങ്ങനത്തെ അടുപ്പുകളിൽ. പിന്നെ അടിപൊളിയാവും. കനലായി കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി വനമാലയിൽ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. എന്തൊരു ഉഗ്രം പാട്ടല്ലേ അത്. ഏറ്റവും നല്ല പാട്ട് എന്നിട്ട് ഒരു പാട്ടിൽ അത് സെലക്ട് ആയിട്ടുണ്ടായിരുന്നല്ലോ, ദേവരാജൻ വയലാർ ടീമിന്റെ പാട്ട് ഇല്ലേ? നല്ല കവിതയല്ല എന്നിട്ടോ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂത്തു അല്ലേ? എടുത്തോ മൂത്തൂട്ടാ. മൂത്തപ്പോ ഇതിനെ വെളിച്ചെണ്ണ നടക്കാതെ. അതെനിക്കറിയാം. ഞാൻ എന്താ പൊട്ടനാണോ? എനിക്കറിയാമത്. അങ്ങനെ ചെയ്യാൻ ചേട്ടാ അത് ഭയങ്കരമായിട്ട് ചെരിച്ചു പിടിക്കുന്നുണ്ട്. ഇല്ലില്ലേ ചേട്ടാ ഇല്ല. ഇപ്പൊ നോക്കിയാ നിനക്ക് വല്ല വെളിച്ചെണ്ണയും പോയിണ്ട അതിലേക്ക്? അത് എന്റെ മിടുക്ക്. അതെങ്ങനെയാ? ഇവിടുന്ന് ഞാൻ ചായക്കണ പോലെയല്ല കാര്യങ്ങൾ നടക്കുള്ളോ? അല്ലാണ്ട് നീ തട്ടുന്നതാണോ? നിനക്ക് ഇതിൽ റോളും ഇല്ല. ഞാൻ ചെരിച്ചു പിടിക്കാം ചേട്ടനാക്ക്. ആക്ക് തട്ട്. ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനത്തെ കൊണ്ടാണ് ആക്കാം. അല്ലാണ്ട് ആ മറ്റേ മരപ്പലക കൊണ്ട് ആക്കിയിട്ടൊരു കാര്യമില്ല. ദൈവമേ എന്താ കിട്ടുള്ളിയേ? വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലല്ലേ? പക്ഷെ ഇനി അതിൽ വേറെ സാധനങ്ങൾ വളർത്താണ്ടല്ലോ. മനുഷ്യന് ക്ഷമ കിട്ടു. തണ്ടല്ലോ കിടച്ചു തേങ്ങ കുനിഞ്ഞു നിന്നിട്ട്. നമ്മുടെ എല്ലുകളൊക്കെ വളയാണ്ട തുടങ്ങി. പ്രായമല്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് വരെ മാറ്റങ്ങൾ ഇങ്ങനെ ശരിക്കും അറിയാൻ പറ്റൂലേ വീഡിയോകളിൽ. നമ്മളിങ്ങനെ കുറെ കൊല്ലങ്ങളുടെ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷനെ ശരിക്കും അറിയാം. നമുക്കിങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കണത് ശരിക്കും അറിയാൻ പറ്റും. രണ്ടു കൊല്ലം മുന്നത്തെ ഇപ്പൊ ഈ വീഡിയോ ഇട്ട 2 കൊല്ലം മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ നമ്മൾ രണ്ടുപേരും അതിൽ നല്ല ചെറുപ്പം. കുറച്ചുകൂടി ഇപ്പൊ നമുക്ക് പ്രായമായി തുടങ്ങി. മുഖത്ത് പ്രായം കണ്ടു തുടങ്ങി. ഒഴുകുമീ വെണ്ണില താലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ ചേർക്കുമൊരു. ഇതെടുക്കാം. ആവണ്ട, വെറുതെ ഒന്ന് ചൂടാവാ വേണ്ടോ? ഇത് അരച്ചു കൊണ്ടുവരണം. നല്ല പേസ്റ്റ്. തുണ്ടും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ആരോ ഒരാൾ പറഞ്ഞു നമ്മൾ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. വെണ്ടക്കായിൽ വഴറ്റണം. വെണ്ടക്കായ അധികമാണോ? വെണ്ടക്കായ അധികം കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ വെണ്ടക്കായല്ലേ? അല്ല, എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അതുണ്ട്. അത് ഒരു കൂട്ടാണ്ടിക്കുള്ള തന്നെയുള്ളൂ. ഇനിയിപ്പോൾ ഈ തീ നീ അരച്ചു കൊണ്ടിട്ട് പാചകം ചെയ്യാം. അരച്ചു വരാൻ എന്തോ സമയം വേണം. മിക്സിയിൽ നല്ല അരച്ചെടുക്കാത്ര. ആ ചട്ടിയിലല്ലേ? ചട്ടിയിലല്ലേ നീ വയ്ക്കേണ്ടത്? ഇതൊന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് വാട്ടിയെടുക്കാം വെണ്ടക്കായ. ഇതിനെ ഒരു ഓംലെറ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഓംലെറ്റ് കോമ്പിനേഷൻ. ഇതിന്റെ കോമ്പിനേഷൻ ഒരു ഓംലെറ്റ് ആണ്. അത് നമ്മൾ ഇപ്പോൾ ചെയ്യില്ല, പിന്നെ ചെയ്യാം. മുട്ട വറുത്തത്. ഇതിൻ്റെയൊക്കെ ശരിക്കും ചെറിയ വീഡിയോ ഷോർട്സ് ആക്കി ഇടണം നമുക്ക് കിട്ടാനായിട്ട് പെട്ടെന്നേ. ഇത് ഞാൻ ഇപ്പം ഇന്ന് വെക്കാൻ വേണ്ടിയിട്ട് എന്തോരം തപ്പിയ എനിക്ക് ഓർമ്മയില്ലേ ഇതിൻ്റെ റെസിപ്പി. അപ്പം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക പുളി എന്ന് പറഞ്ഞ് തപ്പിയിട്ട് കിട്ടണ്ടേ. വേറെ ആളുകൾ ഇട്ടിട്ടുള്ള വീഡിയോകളാണ് വരണേ. അതൊക്കെ വേറെ ടൈപ്പാ. കുറേ വ്യത്യാസമുണ്ട്. സാമ്പാർ പൊടി ഇട്ടിട്ടും അങ്ങനെയൊക്കെയാ. ഇതാണ് എനിക്ക് അന്ന് നല്ല ഓർമ്മയുണ്ട്. വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ആ ഉടനെ ഞാൻ ഇടയ്ക്ക് വെച്ചോടുന്നു വീട്ടില്. പിന്നെ നമ്മൾ മറക്കും. പിന്നെ അത് എന്തോരം വെക്കാൻ പറ്റും. അപ്പൊ പുതിയ 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 റെസിപ്പികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് വെച്ച്
പരിത മെക്സിക്കോരൊരു സാധനം ഉണ്ട് കേട്ടാ, അടിപൊളി സാധനം അത് നമുക്ക് വെക്കണം കേട്ടാ. വെക്കിലല്ല ഉണ്ടാക്കണം, വെക്കിലല്ല പാചകമല്ല, അത് പ്രത്യേക ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി വെക്കുന്നു. വല്ല സബ്സ്ക്രൈബേഴ്സ് അയച്ചെന്താണോ? ഞാൻ കണ്ടപ്പോൾ കുറേ പേര് അത് എന്താ പറയുക, വീഡിയോ കുറേ പേര് ചെയ്തിട്ടില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചിത്രശലഭം എന്നെ വട്ടമിട്ട് പറക്കുന്നു. എന്ത് പറ്റി നോക്കിയേ? കാശ് കൊണ്ടിരുന്നതാ. കാശ? ചിത്രശലഭം പൂവാണെന്ന് തെറ്റിദ്ധരിച്ച് തേൻ കുടിക്കാൻ വന്നിരുന്നതെന്ന് തോന്നിട്ട് അങ്ങനെ പറയില്ല. ഭൃംഗം അത് വണ്ടാണല്ലേ? അത് വണ്ട്. എത്രക്ക് ഉള്ളിയും വെളുത്തുള്ളിയും മതിയാ? ഇതിലേക്കും വേണം, ഉള്ളി വേണം കാച്ചാനായിട്ട്. അല്ല ഇത് മതി, ഇത് മതി. അല്ല ഇതിലുണ്ട്. അല്ല മതി, ഇത്രക്ക് ഉള്ളി മതിയോ ഇതിലേക്ക്? ഇത് കാച്ചാനായിട്ട് ഇത്ര മതി. കുറുക്കലിക്ക് എത്ര മതി? ഇത്ര മതി. ഇത് ഞാൻ ചതച്ച് വെക്കിട്ടെ, മറ്റേ അരിഞ്ഞ് വെക്കിട്ടെ? ആ ഞാൻ മറ്റേ അരച്ചിട്ട് വരാം, അപ്പൊ ചേട്ടൻ ചെയ്താൽ മതി. വെണ്ടക്കായ പാടിയിട്ടാ, അപ്പൊ നമുക്കിത് വെറുതെ ഒന്ന് വാടിയാൽ മതി. ഇതിപ്പോ അത്ര അധികം ഒന്നും വെണ്ടക്കായ സൂപ്പർ. ഇത് ഞാൻ അരച്ചിട്ട് വരാം കേട്ടാ. ഇനി ഇത് അരച്ചിട്ട് വരുന്നു. പൊക്കിളിൻ കേട്ടോ, ഇവിടെ എവിടെ പകണുണ്ടോ? തൊട്ട് മുകളിൽ നമ്മുടെ പൊക്കിളിനെ ആ പറമ്പിൽ ക്ലിയർ ചെയ്യുക. നമ്മുടെ ഉള്ളി ചായ്ക്കാൻ പോവുക, മറ്റേ കൂർക്ക കാച്ചാനായിട്ടുള്ളത്. ആഹാ അടിപൊളി വെയില് സരിതാ. ഞാൻ അവിടെ ക്ഷീണം കാണിക്കണ്ടേ? അപ്പോ പിന്നീട് ഇതേ എൻ്റെ ചതക്കില് ഞാൻ ചതച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്നു കേട്ടാ. ഇത് നമ്മുടെ കൂട്ടാൻ വെക്കാൻ പോണ ചട്ടിയിലേക്ക് ആദ്യം തന്നെ അരപ്പ് ഒഴിച്ചു. ഇനി വെള്ളം, ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിക്കാം. പിന്നെ പുളിയില്ലേ, പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിക്കാം. ഇതിട്ട് മുഴുവൻ പോന്നിട്ടില്ല കേട്ടാ ജാറിലത്തെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ വേണ്ടത് വേപ്പിൻ്റെ ഇലയാണ് ചേട്ടാ. തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ വെണ്ടക്കായ വഴറ്റി വെച്ചതില്ലേ അതിടാം. ഇത്രേ ഉള്ളൂ കേട്ടാ, സിമ്പിളല്ലേ. മുഴുവൻ മല്ലി മുഴുവൻ മുളകും നമ്മൾ വറുത്ത് അരച്ചതിന് പകരം മുളക് പൊടിയും മല്ലിപ്പൊടിയും വെറും ചൂടാക്കിയിട്ട് ചൂടാക്കി ഇങ്ങനെ അത് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷെ ഇതായിരിക്കും ടേസ്റ്റ്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടാ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അലിക്കിട്ടോ. നമ്മുടെ ഉള്ളി നോക്കിയാൽ ചതച്ചു, അത് നമ്മൾ ഇതിലാണ് കാച്ചുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇടുന്നത് കേട്ടാ. ഇപ്പുറത്തെ അടുപ്പിൽ അത് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് കേട്ടാ. നമ്മുടെ ഈ അടുപ്പ് കത്തുന്നുണ്ട്, അതിൽ ഒഴിക്കുന്നു കേട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കുക. മമ്മട്ടി പറഞ്ഞ പോലെ നല്ലോണം മിളകും മല്ലിയൊക്കെ നന്നായി അരച്ച് നല്ല പോലെ വയ്ക്കാൻ പറഞ്ഞില്ലേ മറ്റേ ഇവളോട്, ആരുടെ പറയുക, മോഹിനിയോട് മറവത്തുറക്കാനില്ലേ കോഴിനെ പിടിച്ചിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് നല്ലപോലെ വെളിച്ചെണ്ണയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് വേണം ഇത് വെക്കണമെങ്കിൽ. ഇപ്പം ഇത് കേട്ടോ അടിപൊളി പാത്രമാണ് കേട്ടോ ഈ പാത്രം. ഇതൊക്കെ വേണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിന്മേൽ തൊട്ടാലും മതിയില്ലേ സരിത? അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ടാഗ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇത് ട്രൈപ്ലൈ അല്ലേ, എന്താ പറയുക, ട്രൈപ്ലൈ അല്ലേ, ഹോക്കിൻസിൻ്റെയാ. ഉപ്പ് കുറവാണ് കേട്ടോ, അപ്പം ഇത്തിരി ഉപ്പിട്ടു. തിളയ്ക്കുന്നു. അത് തിളക്കിൻ്റെ ഇത് കുത്തിപ്പൊടിയിടല്ലേ നീ. ഉള്ളി ചെറുതായിട്ട് മൂത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എനിക്ക് കുത്തിപ്പൊടി ഇടാം കേട്ടോ. ഇതേ സമയം തന്നെ ഇതിലേക്ക് ഇതൊക്കെ ഉണ്ടാകും, നന്നായി തിളച്ചു. അപ്പോൾ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇട്ട് കൊടുക്കാം.
കൂട്ടാൻ അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂത്തുകൊണ്ടിരിക്കുന്നത് നോക്കിയേ, എന്താ മൂത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വേപ്പില ഇടാം നമുക്ക്, വേപ്പില. ഇപ്പോഴാണ് ആ തൃശ്ശൂർക്കാരൻ്റെ മണം വന്ന് തുടങ്ങിയത്. ഈ സാധനം കാച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയ്യം വിജയം പറയും, പന്തലിക്കാരൻ അയ്യം വിജയം പറയും. തൃശ്ശൂർക്കാരൻ എന്ത് കിട്ടിയാലും കുത്തിപ്പൊടിക്കും. കുത്തിപ്പൊടി ഇല്ലാത്ത പരിപാടിയില്ലേ നമുക്ക്. സരിതയുടെ മേത്ത് ഇത് വന്നപ്പോൾ എൻ്റെ മേത്ത് മറ്റേ സാധനമല്ല വരുന്നത്, വേട്ടാളൻ. നിൻ്റെ മേത്ത് ചിത്രശലഭം വന്നു. അതിന് ചിത്രശലഭം എന്ന് പറയൂ. വേറൊരു അല്ല, ചിത്രശലഭത്തിന് രൂപം ഉണ്ടെങ്കിലും കളർഫുൾ അല്ല ആള്. ആ നല്ല ഭംഗി മണം വരുന്ന കൂട്ടാണ്. ശർക്കര ഇടാം. ഒരു കുഞ്ഞു കഷ്ണം പൊടിച്ചിട്ടോ അതില് പായസം വെച്ചിട്ട് കറക്റ്റ് ബാക്കി കേട്ടോ. ഒരു കുഞ്ഞൊരു കഷ്ണം കേട്ടോ. പാലക്കാടുള്ളവർ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള മിക്ക കൂട്ടാൻ അതിലൊരു കഷ്ണം ശർക്കര ഇടും. അതിനൊന്ന് പുളിയിലൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ. മുരിഞ്ഞ കില്ലിന്നീട് വന്ന് തുടങ്ങിയിട്ടാ ബെസ്റ്റ് കാറ്റ്. നമ്മുടെ ഈ നാളികേരല്ല, നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ മൂത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ കൂർക്കാനെ ഇതായിരിക്കാണ്ട് ശരിയാട്ടാ. വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞു. ഉണ്ട്, അത് എടുക്കാം. ഒരു 5-6 എണ്ണ കഷ്ണമുള്ള ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നന്നാക്കിയതാട്ടാ. കറക്റ്റാ. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നന്നാക്കിയപ്പോൾ സരിതിക്ക് വരാൻ പറ്റാത്ത ഇതാണ്. സരിതിക്ക് വീട്ടിൽ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അവള് ആ പണികൾ ചെയ്ത സമയത്ത് ഞാൻ പിന്നെ നമ്മുടെ അനില ചേട്ടൻ്റെ സീമ ചേച്ചിയുടെ കമ്പിയിലേ എടുത്തു. അപ്പോൾ ചേച്ചി എനിക്കത് കാണിച്ചു തരാൻ വന്നു. അപ്പോൾ ചേച്ചി ഇതിൻ്റെ വർത്താനം പറയാൻ കുറച്ച് സമയം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു അവിടെ. അപ്പോൾ ഞാൻ ആ സമയത്ത് അടുക്കളയിൽ കുറച്ച് പണികളിലായിരുന്നു. അപ്പോൾ ആ പണികളും അതിൻ്റെ ഒപ്പം ചേച്ചി വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് പോയിട്ട് ഞാൻ പിന്നെ ചെല്ലുമ്പോഴേക്കും ചേട്ടൻ്റെ ഒരു ഇതം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൂർക്ക കഴിഞ്ഞു. ഇത് ഇറക്കാം. അടിപൊളി കൂർക്ക കൂട്ടാൻ. ഇതിന് പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂർക്കയല്ല, നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ. പോരായ്മയാണോ? ഇല്ലാണ്ട് നമ്മുടെ വെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതായിരുന്നെങ്കിൽ നന്നായില്ലേ. കൈപൊള്ളി ആ കനലമ്മൽ തന്നെ ചെന്ന് പിടിച്ചു. ഞാനത് ഇങ്ങോട്ട് നീക്കാനല്ലോ വിജയ്, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറും. ഈ സാധനത്തിന് ഞാൻ പിടിക്കേണ്ട ആവശ്യം എന്തിട്ടാണെങ്കിൽ ഞാനത് എടുത്തിട്ട് ആ അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതേ. ഇത് മൂടി വയ്ക്കാമല്ലോ സ്ഥലത്തിന്. അയ്യോ നന്നായി പുള്ളിയാ. ആ കുഴപ്പമില്ല. ഇത് പാകമായിട്ടാ. ഇതിൽ പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പിട്ടു. ഇനി ഇതൊന്ന് കാച്ചണം. കാച്ചാൻ കഴിഞ്ഞിട്ട് ഇടപ്പ് തയ്ക്കുക. കുറേ വേപ്പില ഇട്ടില്ലോ, ഇനി വേപ്പില ഇടണ. ഒരു കതിര് മതി. കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടണം. കടുക് പൊട്ടിയുമ്പോൾ ഉള്ളി. ഉള്ളി മൂത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കറിവേപ്പില മൂത്തൂട്ടാ. അപ്പോൾ അത് നമുക്കെടുക്കാം. സൂപ്പർ കൂട്ടാൻ. വേറെ കയ്യിലെടുത്തുണ്ടാ? കയ്യിലുണ്ട്. നമ്മുടെ തിണ്ണയ്ക്ക് പറ്റിയ ഒരു വീതി കുറഞ്ഞല്ല ഒന്നല്ല, അതുപോലെ തലേ കിട്ടിയുള്ള എത്തിപ്പോ. ബാക്കിയൊക്കെ കരുത് സരിത. ചോറ് ഞാൻ കയ്യിലൊന്നും എടുത്തില്ല. ഞാൻ അറിഞ്ഞ ചേട്ടനെ എല്ലാം മുറിക്കുന്നു. അതെ, കയ്യിൽ വേണ്ട, കയ്യല്ലേ കയ്യിൽ. ആ അങ്ങനെ ചോറിട്ടു. ഇനി നമ്മുടെ കൂർക്കുപ്പേരി തലയ്ക്ക. എൻ്റെ ദൈവമേ, നമ്മുടെ ഗൾഫിൽ വിദേശത്തിരിക്കുന്നവരൊക്കെ കൊതിക്കും ഇത് കാണുമ്പോൾ. തൃശ്ശൂർക്കാരാണെങ്കിൽ തൃശ്ശൂർക്കാരാ? ആ, തൃശ്ശൂർക്കാർക്കല്ല കൂർക്കുപ്പേരി ഇങ്ങനത്തെ കുത്തിപ്പൊടി ഇഷ്ടമുണ്ടാവുക. മതി 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 മതി. അപ്പോൾ നല്ല ചൂടുണ്ട്. ഒരു പപ്പടം കൂടി നീ അടിപൊളിയായിട്ട് തരില്ല. ചോദിച്ചതല്ലോ ചേട്ടനോട് പപ്പടം കാച്ചണോ. ഞാനേ കാച്ചിട്ട് ഓടി വരാം. അല്ല അവിടെ കാച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല. അയ്യോ കാച്ചണ്ട. അപ്പോൾ
അത് കൂട്ടാൻ ചൂടാറുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ കാച്ചിട്ട് വരാം. ഭയങ്കര ചൂട്. സരിത എനിക്കൊരു പപ്പടം കൊണ്ടുണ്ട്, നീ കാച്ചാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. ആ ഞാൻ കാച്ചിയനെ. അവിടെ ഒരു പപ്പടം ഉണ്ട്, എന്തായാലും ചൂടാറണ്ടേ. ചൂടാറി. അങ്ങനെ നമ്മുടെ മനോഹരമായ മുളക് വറുത്തപ്പുളി, അല്ല മുളക് വറുത്തപ്പുളി എന്നെപ്പോഴും പറയാ. വെണ്ടയ്ക്കാപ്പുളി. ഇതിൻ്റെ ഒപ്പം ഒരു ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഓംലെറ്റ് കൂടി ആക്കാൻ ഭയങ്കര ടേസ്റ്റാ. ആ നാളികേരം ചിരിക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റ്. അതന്നെ. ഇത് ഫസ്റ്റ് ഉള്ള നീ ഇത് കഴിച്ചു നോക്കിയാൽ. വേണ്ട കഴിച്ചോ. തോന്നണു അടിപൊളി കൂട്ടാന്ന് പറഞ്ഞാൽ അടിപൊളി കൂട്ടാൻ. ഇതോ അല്ല വെണ്ടക്കായ എന്ന് പറയണ്ട, കൂടി മിക്സ് ചെയ്ത് എൻ്റെ അമ്മേ എന്തൊട്ടെ ചെയ്താണ്. പപ്പടം കൂർക്കയും ഈ കൂട്ടാനും ചോറും. ഈ ചോറ് നീ കഴിച്ചു കഴിഞ്ഞില്ലേ, നീ ഇത്രയും ടേസ്റ്റുള്ള ചോറ് ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടുണ്ടാവില്ല. എന്തിനാ ഇറച്ചി മീനും. രസമുണ്ട്. പപ്പടം ചോറ് തിരുണി വെന്ത് കഴിഞ്ഞില്ലേ. എന്തുണ്ടല്ലോ നീളന്നെ ചെയ്യല്ലേ, എനിക്കാണ് തോന്നുന്നതാ. ജഗു നേരത്തെ പോണല്ലോ ഇപ്പൊ, അത് കാരണം കൊണ്ട് ചോറ് ഞാൻ തലേദിവസം തിളപ്പിച്ചിറക്കി വെക്കും. ഇപ്പം ഇവിടെ ചോറ് വയ്ക്കണില്ല, അത് കാരണം അടുപ്പിൽ വേവുമ്പോഴാണ് ചോറിന് ടേസ്റ്റ് കൂടുതൽ. അവനെ ഒരു തിന്നോ, നീ വീട്ടിൽ ഇരുന്നിട്ട് തിന്നാൽ മതി. ഇങ്ങനെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂർക്ക ഇപ്പം കിട്ടുന്നതിന് നമ്മുടെ കൂർക്കൻ്റെ ടേസ്റ്റ് ഒന്നും കേട്ടോ, നമ്മളെ ഉണ്ടാക്കില്ലേ. അത് കൂർക്ക നന്നാക്കുമ്പോഴും വിസിലടിക്കുമ്പോഴൊക്കെ എന്തൊരു മണം, പ്രത്യേക മണം കൂടുതലാ. അർജന്റീന വിജയത്തിന് ആഘോഷകരമായിട്ട് നമ്മൾ ചോറിട്ട് കൂർക്കയും വെണ്ടയ്ക്കാപ്പുളി അത് വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത് അർജന്റീനയുടെ വിജയം. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരാ കപ്പെടുക്കുക? അത് പറയാൻ പറ്റില്ല. മറ്റേ സ്പെയിന്റെയും ഫ്രാൻസിന്റെയും കളിയിൽ ചേട്ടൻ പ്രവചിച്ചില്ലേ? ഇതൊന്നും പറയാൻ പറ്റില്ല. അന്ന് ആരാണ് നന്നായി കളിക്കുന്നത് അവർക്ക് പോയിട്ടു. അപ്പം കേട്ടാ സൂപ്പർ കൂട്ടാനാണ്. ഇതിൻ്റെ ഷോർട്ട്സ് ആയിട്ട് നമ്മൾ ആക്കി തരാം. അപ്പോൾ നമുക്ക് ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിൾ സാധനമാണ്, അടിപൊളി കൂട്ടാനാണ്. ചോറും ഇതൊക്കെ കൂട്ടിയിട്ട് ഇതിൻ്റെ ഒരു ഓംലെറ്റ് ഉണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.